ദൈവത്തിന്റെ കൺവെട്ടത്ത് കാണിച്ചു തരുവാൻ പോകുന്ന ഒരു മകളിലേക്കാണ് ഇന്ന് മകൾക്കാലം നീ ആരാധിച്ചു വിലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നീ കാണത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തെ വളർച്ചൂകളല്ല സകല വൈദ്യത്തിന്റെ ഉന്നമയാക്കുവാനായി ഇന്ന് മകൾക്കാലം യേശു എന്നെങ്കിലത്ത് കൊണ്ടുവന്നതല്ലേ. ഈ പ്രകാരം നിന്റെ ഹൃദയത്തിൽ ഇന്ന് മകൾക്കാലം ദൈവമാവാൻ നിയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് മകൾക്കാലം നിന്റെ രണ്ട് കരകളെ ചേർത്തടിച്ച് യേശുവേ എന്ന് വിളിച്ചാരാധിച്ച് ഇന്ന് പകൽക്കാലം വളർന്ന കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി.
സ്തുതിക്കുന്നവരെ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ശേഷിക്കുന്ന സമയം പൂർണ്ണതയോടെ ഇന്ന് പകർക്കാൻ ആരാധിച്ചു വരപ്പെടുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന ചില കുന്നുപോലെ വളർന്നു നിൽക്കുന്ന ചില പാറകളെ ദൈവം തകർക്കാൻ പോകാം. നിനക്ക് മുമ്പിൽ പോകാൻ പറ്റാതെ വണ്ണം ആ പാറ പല പ്രാവശ്യം നിന്റെ നന്മയെ മറച്ചു വെച്ചിരിക്കുന്നു, നിന്റെ വായിക്കത്തെ മറച്ചു വെച്ചിരിക്കുന്നു, നിന്റെ അനുഗ്രഹത്തെ മറച്ചു വെച്ചിരിക്കുന്നു. പല പ്രാവശ്യം നീ തള്ളിയെങ്കിലും, പല പ്രാവശ്യം മറിക്കാൻ ശ്രമിച്ചെങ്കിലും അത് മറന്നില്ലെങ്കിൽ ഇന്ന് മഴക്കാലം അതിനടിച്ചു പൊട്ടിക്കട്ട ഒരു ചിറ്റിയെ അതിന്റെ പുറത്തു വീഴാമോ? അടിച്ചു പൊട്ടിച്ച് നിനക്ക് തടസ്സമായി നിൽക്കുന്ന ജീവനെ ദൈവം മാത്രമല്ല. പാറയെ പൊട്ടിക്കാൻ പോവാ. ആരാധിച്ചു വരപ്പെട്ട ഇന്ന് പകൽക്കാലം മഹത്വത്തെ നീ കാണാനിടയുണ്ടാകും. ഇന്ന് പകൽക്കാലം നമ്മൾ കണ്ണടയ്ക്കുന്ന സമയത്ത് ശുശ്രൂഷയുടെ എല്ലാ അനുഗ്രഹത്തെ ഒന്നിച്ചുകൊണ്ട് പ്രിയ ശീലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. കുടുംബമായി രക്തകോട്ടകളിലും മറയ്ക്കണം കർത്താവേ. അപ്പാ ശുശ്രൂഷിക്കുന്ന ദേവദാസനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ പാടുവാന്റെ പ്രിയവരെ സഹായിച്ചതിനായി സ്തോത്രം കർത്താവേ. ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കാൻ സഹായിക്കണം കർത്താവേ. കുട്ടോട് വലാരയുള്ള വല്ല കർത്താവേ കടക്കാൻ വയ്യാത്ത രാഷ്ട്രീയ പ്രവാഹത്തിലേക്ക് കർത്താവേ വിപൽക്കാല പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി കടന്നത് സകല ജനത്തിന്റെ പേര് പകരണം കർത്താവേ. ആമേൻ. ശുശ്രൂഷിക്കുന്ന ദേവദാസന്റെ പുത്ര അഭിഷേകത്താൽ പുതിയടയാൽ പുതിയ കൃപകളാൽ കർത്താവ് നിറയ്ക്കണം നാഥാ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനെ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ പാപികൾ മാനസാന്തരപ്പെടുവാൻ, രോഗസൗഖ്യം പ്രാപിപ്പാൻ, ബന്ധനസ്ഥ പ്രാപിപ്പാൻ, ജനമാത്മാവിൽ അന്യഭാഷയിൽ ആരാധിച്ച് കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ സംസാരിച്ച് കർത്താവേ പ്രാത്മബലം പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം കർത്താവേ. അംഗീകൃതമായ അർപ്പിക്കപ്പെടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടോ അവരെല്ലാം കാലഘട്ടത്തിൽ പ്രാപിച്ചു കർത്താവേ. തുള്ളിയും ചാടി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ രോഗക്കെട്ടുകൾ അഴിഞ്ഞ് ശാപക്കെട്ടുകൾ അഴിഞ്ഞ് വൈശാലിക മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറി ദൈവത്തിന്റെ വലിയ വെളിപ്പെട്ടു വരുവാൻ സഹായിക്കണം. അനുഗ്രഹിക്കണമേ, മാനിക്കണം, കടന്നു ജനത്തെ അനുഗ്രഹിക്കണപ്പാ. കടന്നു വരുവാൻ ദൈവം സഹായിക്കണമേ. തുറന്നു നടക്കുന്ന ആരാധനകളെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണം നടന്നവേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ പേര് കർത്താവേ മാനുഷ്യമായ ഒരു വാക്ക് പോലും പറയുവാനിടയാകാതെ കർത്താവേ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നത് പോലെ മുന്നോട്ട് പോകാതെ കൊണ്ടും ജനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവദാസനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. തുടർന്നെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കാൻ നടത്തും. കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഈ പകൽക്കാലം നമ്മളായിരിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയാണ്. എല്ലാ മാസവും നമ്മൾ നടത്തപ്പെടുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ വിടുതൽ ശുശ്രൂഷയിലാണ് നമ്മൾ ഈ പകൽക്കാലം ആയിരിക്കുന്നത്.
ഈ മാസത്തിന്റെ അവസാനത്തെ ഏറ്റവും അവസാനത്തെ ദിവസത്തിലുമാണ് നമ്മൾ ആയിരിക്കുന്നത്. അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഒരു പുതിയ ദിവസവും പുതിയ മാസത്തിലുമാണ് കടക്കാൻ പോകുന്നത്. എന്നാൽ ഈ അവസാന നിമിഷം കർത്താവിനോട് ചേർന്നിരുന്ന് അല്പസമയം ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമുക്ക് തന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് വലിയൊരു വാക്കുമാറാത്തവരുമാണ്. നിങ്ങളുടെ ഏത് വിഷയത്തെയും എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിപ്പാൻ കഴിയും. ആ വിശ്വാസത്തിലാണ് ഇന്ന് പകൽക്കാലം മറ്റു ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ പഞ്ചായത്തിന്റെ മേഖലയിൽ താമസിക്കുന്ന നിങ്ങൾ ഒറ്റ പഞ്ചായത്തായ ആര്യങ്കോടിന്റെ ഈ മേഖലയിൽ ഒരുമിച്ചായിരിക്കും. അല്ലാതെ ഞാൻ വിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്റെ മെടുക്കുകൊണ്ടോ നിങ്ങളെ കൊണ്ടുവന്നതല്ല. യേശു എനിക്ക് ഇവിടെ വന്നത്. കർത്താവിന്റെ വചനം യോഹന്നാൻ വിളിച്ചു പറയുന്നു, പിതാവിന്റെ ആകർഷണമില്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരാൻ കഴിയില്ല. നമ്മൾ ഇന്ന് പകൽക്കാലം നോക്കിയാൽ 100 അല്ല 1000കണക്കിന് വണ്ടിയും 1000കണക്കിന് ആൾക്കാരും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ആർക്കും ഇതിനകത്ത് വരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? യേശു അവരെ ക്ഷണിക്കാത്തത്. പക്ഷെ നിങ്ങൾക്ക് വരാൻ കഴിയുന്നത് യേശു ക്ഷണിച്ചത്. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ നോക്കിയാലും കുറച്ച് പേർ വരാത്തവരുണ്ട്. പക്ഷെ ഈ മാസം നോക്കുമ്പോൾ കഴിഞ്ഞ ദിനങ്ങൾ വരാത്തവർ ഈ മാസം വന്നു. അപ്പോൾ അവർക്കില്ലാത്തൊരു വ്യത്യസ്തത ഈ മാസം നിങ്ങളുടെ ദൈവം തന്നതുകൊണ്ട് മാത്രമാണ് ഈ വ്യത്യസ്തത ഇന്ന് ഈ പകൽക്കാലം ഇവിടെ ആയിരുന്നു. എങ്കിൽ വ്യത്യസ്തത തന്ന കർത്താവ് വലിയൊരു വാക്കുമാറാണ്. എങ്കിൽ നിശ്ചയമായി നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഇന്ന് ഈ പകൽക്കാലം ഈ ആലയത്തിന്റെ മധ്യേ കാൽ ചവിട്ടിയിട്ടുണ്ടോ, നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഒരു പൂർത്തി തരാൻ എന്റെ കർത്താവ് വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. കഴിഞ്ഞ മാസം നമ്മളവിടെ ഒരു സിസ്റ്റർ വരുമായിരുന്നു. ആ സിസ്റ്റർ തോട്ടമരത്തിൽ നിന്നാണ് വരുന്നത്. ഇരവിടി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ. ഒരു 5 മാസമായുള്ളൂ നമ്മൾ ആരാധനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. 5 മാസം കൊണ്ട് അവർ പറയുന്ന ഒരു വിഷയമുള്ളൂ, അവിടെ എന്തില്ല, അവിടെ കുഞ്ഞിന് ഒരു തലമുറ വേണമെന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. എന്നാൽ ഈ ദിനത്തിൽ ഞാൻ അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഒരു വിശേഷമുണ്ട്, അവർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അത്ഭുതം ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിനം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അവർക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും അവരെ തലയിൽ കൈവച്ച് ദൈവാലോചന പറയുവാൻ ദൈവം ഇടവരുത്തി. എന്നാൽ പിറ്റേ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നതിന് മുന്നേ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ, ദൈവം അവർക്ക് വേണ്ടി ഇടപെട്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, ആരാധിച്ചുകൊണ്ടിരുന്നാൽ, ദൈവത്തെ തുതിച്ചുകൊണ്ടിരുന്ന എന്റെ വിഷയത്തിന്റെ നടുവിൽ എനിക്ക് അടുത്ത ആരാധന പങ്കെടുക്കുന്നതിന് മുന്നോടിയാൽ എനിക്കൊരു മറുപടി വേണമെന്ന് നീ പ്രാർത്ഥിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഈ അപ്പൻ നിന്റെ കണ്ണുനീർ കണ്ടില്ല എന്ന് നടിക്കാതെ വന്ന നിന്റെ അടുക്കൽ കടന്നു വന്ന് ആ അപ്പൻ ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് ഈ പകൽക്കാലം എന്തു ചെയ്യണമെന്ന് എന്റെ കർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായി നിന്റെ വിഷയത്തിന്റെ പേരിൽ ഈ പകൽക്കാലം ഒരു മറുപടിയുണ്ട്, ഒരു മറുപടിയുണ്ട്. വിശ്വസിച്ച ദൈവത്തിൽ നിന്റെ വിഷയത്തെ ഇനിയുള്ള സമയമൊക്കെ നീ അർപ്പിച്ചുകൊണ്ടിരുന്ന അതിന്റെ മേൽ ഇന്ന് ഈ പകൽക്കാലം യേശു ഇടപെടും. ഇടപെടുന്നവർ കർത്താവിന്റെ മറ്റു കടന്നുള്ളത് അതേത് വിഷയമാണ്. പക്ഷേ നിന്റെ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ യേശു തന്നെ ഇടപെടണം. ചിലപ്പോൾ നിനക്ക് നിന്റെ ഫാമിലി മുഴുവനും ഈ ലോകം മുഴുവനായി പിടിച്ചടക്കാൻ പറ്റുന്ന ഫാമിലിയായിരിക്കും. പണത്തിനായാലും പദവിയിലായാലും രാഷ്ട്രീയത്തിലായാലും അധികാരത്തിലായാലും. പക്ഷെ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിന്റെ ആവശ്യം അവരിൽ കൂടെ നിവർത്തിക്കാൻ കഴിയുന്നില്ല.
നിന്റെ ആവശ്യം നിവർത്തിക്കണമെങ്കിൽ നിനക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും യേശു നിന്റെ കൂടെ ഉണ്ടായിരിക്കണം. യേശു നിന്റെ ഭവനത്തിൽ വന്നിരിക്കണം. യേശു നിനക്ക് വേണ്ടി സംസാരിക്കണം. യേശു നിനക്ക് വേണ്ടി ഇടപെടണം. യേശു നിന്റെ ആവശ്യങ്ങളെ നാട്ടിൽ ഇറങ്ങി ചെന്ന് എന്റെ മകളുടെ ആവശ്യം ഇന്നതാണ്, എന്റെ മകളുടെ ആവശ്യം ഇന്നതാണെന്ന് അവൻ പോയി മധ്യസ്ഥ ചെയ്താൽ മാത്രമേ നിന്റെ ആവശ്യത്തിന്റെ നടുവിൽ, നീ കരയുന്നതിന്റെ നടുവിൽ, നീ വലിയ ഭാരപ്പെടുന്നതിന്റെ നടുവിൽ ഒരു മറുപടി ലഭിക്കത്തുള്ളൂ എന്ന് ഇന്ന് പകൽക്കാലം പ്രിയജനം തിരിച്ചറിയുന്നെങ്കിൽ രണ്ടു കരങ്ങൾ ചേർത്തടിച്ച് അല്പസമയം കൂടെ ദൈവത്തെ തുള്ളിച്ചതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവനാമത്തെ സ്തുതി. ജഗത്ത് ഇടപെട്ടു തുടങ്ങി. ഇടപെട്ടു തുടങ്ങി. ഇത് പകൽക്കാലം പറയാതെ ഹല്ലേലൂയ. ആഴത്തിലെന്നോടും ഇടപെടണേ ആത്മാവേ, എന്നോടും ഇടപെടണേ ആഴത്തിലെന്നോടും ഇടപെടണേ ആത്മാവേ, എന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാൻ, ആരിലും ശക്തമാൻ, ആരിലും ശ്രേഷ്ഠമാൻ, ആരിലും ശക്തമാൻ ആഴത്തിലെന്നോട് ഇടപെടണേ. മണ്ണീർ തോഴിയാൻ കാക്ഷിക്കുന്നേ ആത്മാവിനാൽ ദാഹിക്കുന്നേ ആജീവനീരേ യേശുവേ, ഞാൻ നിന്റെ ദാസനല്ലേ. ആ നീരൂപരിക്കേടണേ യേശുവേ, ഞാൻ നിന്റെ ദാസനല്ലേ. ആരിലും ശ്രേഷ്ഠമാൻ, ആരിലും ശക്തമാൻ, ആരിലും ശ്രേഷ്ഠമാൻ, ആരിലും ശക്തമാൻ ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവേ, എന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോട് ഇടപെടണേ. ആഴത്തിൽ എന്നോട് ഇടപെടണേ. വലിയവരായ ദൈവമേ, സൂചിപ്പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ആരാധന ഇത്രത്തോളം അനുഗ്രഹിച്ചു. എന്നാൽ പ്രാധാന്യപ്പെട്ട വചന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ കടക്കുന്നു. ഈ വചന ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹവും ഇമ്പമേറിയതായി മാറുവാൻ കർത്താവിനവരെ കേൾക്കുന്നവരെ ദൈവം ബലപ്പെടുത്തണം. കേൾക്കുന്ന കാതുകളെ ദൈവം ഹല്ലേലൂയ ഒരു മഹത്വത്തിന്റെ കാതാക്കി മാറ്റണം. ഹല്ലേലൂയ ഒരു ഇമ്പമുള്ള കണ്ണായി മാറ്റണം. ഹല്ലേലൂയ ദേശത്തെ ദേശവാസികളെ ദൈവം അനുഗ്രഹിക്കണം. വരുവാനുള്ളവരെ ദൈവം വിധിക്കട്ടെ. ഹല്ലേലൂയ ഒരു ഏതൊക്കെ വിഷയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന മേഖലയിൽ ഇന്ന് പകൽക്കാലം വിടുതൽ നടക്കുവാൻ എന്റെ ദൈവം അവരെ അത്ഭുതം ചെയ്യണം. സർവ്വപരകരത്തിൽ താഴ്ത്തുന്നു, പ്രാർത്ഥന സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷത്തോടെ വീണ്ടും കർത്താവിന് ഒരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മാർക്കോസിന്റെ സുവിശേഷം അതിന്റെ 5 അതിന് 35 മുതൽ 39 വരെയുള്ള വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. മാർക്കോസ് 5:35 മുതൽ 39 വരെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു.
എന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലവയ്ക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്ന്, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവരോട് പറഞ്ഞു. ഈ വചനം പ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ ഈ മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 5:1 മുതൽ നമ്മൾ ലാസ്റ്റ് വരെ വായിക്കുമ്പോൾ 3 അസാധാരണ വിടുതൽ ഈ വചനപ്രകാരം നമുക്ക് അറിയുവാൻ കഴിയും. അതിൽ 3 ഒന്നിനൊന്ന് മിച്ചമായുള്ള ഒരു വിടുതലായിരുന്നു. ഒന്ന്, 12 വർഷം കൊണ്ട് മാറാത്ത ഒരു രക്തസ്രാവം എന്ന സ്ത്രീക്ക് ദൈവം കൊടുത്ത വിടുതൽ. മറ്റൊന്ന്, ആ പട്ടണത്തിലുള്ളവർ ആരും വിചാരിച്ചിട്ടും ആ മകനെ ബന്ധിപ്പിക്കാൻ കഴിയാതെ കല്ലറയുടെ നടുവിൽ പാർത്തുകൊണ്ടിരുന്ന ആ മകനെ യേശു സന്ദർശിച്ചപ്പോൾ അവൻ വിടുതൽ പ്രാപിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള വ്യത്യസ്തമായ ഒരു വിടുതലാണ്. പണം, പദവി എല്ലാം ഉണ്ടായിരുന്നിട്ടും ആ പണത്തിനോ പദവിക്കോ മരണത്തിനോട് മല്ലടിച്ച പ്രിയ പള്ളിപ്രമാണിയുടെ മകളെ രക്ഷിപ്പാൻ കഴിയില്ല. എന്നാൽ യേശുവിന്റെ അടുക്കൽ സകലത്തെ ഉപേക്ഷിച്ച് യേശുവിന്റെ അടുക്കൽ വന്ന് ആ മകളുടെ വിഷയം പറഞ്ഞപ്പോൾ മരിച്ച് അലാറമിട്ട് കരഞ്ഞ ഭവനത്തിന്റെ നടുവിൽ യേശു ഉറപ്പോടെ പറഞ്ഞു, ഈ മകൾ മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നാൽ ഈ വചനത്തിന്റെ കാര്യം വായിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി. അതുവരെ എന്തുണ്ടായിരുന്നു? പ്രമാണിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രമാണി യേശുവിനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചാണ് പ്രമാണി തന്നെ വലിയൊരു അത്ഭുതം കാണുന്നത്. 12 വർഷം കൊണ്ട് മാറാത്ത രക്തസ്രാവം യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ആ 12 വർഷം കൊണ്ട് സ്റ്റോപ്പ് ആകാത്തത് ഒറ്റ നിമിഷം കൊണ്ട് സ്റ്റോപ്പ് ആയത്. ആ സ്ത്രീ ഭയന്ന് ആശയപ്പെടുന്നത് വരെ പള്ളിപ്രമാണി കണ്ടതായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണി അല്പം കൂടെ വിശ്വസിച്ചു. ഹല്ലേലൂയ, യേശു എന്റെ വീട്ടിൽ വന്നാൽ എന്റെ മകളും ഹല്ലേലൂയ ദീനാവസ്ഥയിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. ആ വിശ്വാസപ്രകാരം യേശുവായി സഞ്ചരിച്ചു തുടങ്ങിയ വഴിയിൽ വെച്ച് തന്നെ ഹല്ലേലൂയ മാവിട്ട് കരഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ഹല്ലേലൂയ ജനം പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും യേശുവല്ല പള്ളിപ്രമാണിയുടെ അടുക്കൽ വന്നു പറഞ്ഞു, പ്രിയ മകനെ, ഇനി യേശുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. യേശുവിനെ ഇനി അവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, നിന്റെ മകൾ മരിച്ചുപോയി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒരുമിച്ച് രോഗവിവരത്തിന്റെ വിഷയം നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയേണ്, ഇനി പ്രതീക്ഷയില്ല, നിന്റെ മകൾ മരിച്ചുപോയി എന്ന് പറയുന്ന സമയത്ത് നീ ആ അലഭമായ കണ്ണുനീരിന്റെ കൂടെ വിങ്ങി കരഞ്ഞ് മുമ്പിലോട്ട് നീങ്ങാൻ നിൽക്കുമ്പോൾ ആരും നിന്നെ ആശ്വസിപ്പിക്കാൻ കാണത്തില്ല. പക്ഷേ യേശു ആ വാക്ക് കാര്യമാക്കാതെ ആ മകനോട് പറഞ്ഞു, പള്ളിപ്രമാണിയോട് നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഈ ഒരൊറ്റ വാക്ക് മതി ഇന്നും പകൽക്കാലം നിന്റെ മരിച്ച സകല വിഷയത്തിന്റെ നടുവിലും ഒരു ജീവൻ പകരുവാൻ ഈ ഒരൊറ്റ വാക്ക് യേശു നിന്റെ അടുക്കൽ വന്ന് ഇന്നും പകൽക്കാലം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നീ ആ വാക്ക് കാര്യമാക്കാതെ യേശുവിനെ വിശ്വസിച്ചു
തുടങ്ങുമ്പോൾ തന്നെ, യേശുവിനോട് അഭിഷേകം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഓ യേശു പറയാ, നിന്റെ അഭിഷേകം മരിച്ചു പോയിട്ടില്ല. ആ അഭിഷേകത്തിന്റെ നടുവിൽ, ആ അഭിഷേകത്തിന്റെ നടുവിൽ ഒരു ഉയർവുണ്ടാകാൻ പോകാം, ഒരു വിടുതൽ ഉണ്ടാകാൻ പോകാം, ഒരു അനുഗ്രഹം ഉണ്ടാകാൻ പോകാം. മരിച്ചിട്ടില്ല പ്രിയജനമാരെ, മരിച്ചിട്ടില്ല നിന്റെ മകൾ, മരിച്ചിട്ടില്ല. നീ വിശ്വസിക്കേ. ഹല്ലേലൂയ. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വ്യക്തമായ വാക്യം പറയുന്നുണ്ട്. യേശു വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. എത്ര വിശ്വാസമുണ്ട്? പലവരും പ്രാർത്ഥന വിഷയത്തിൽ പറയുന്നുണ്ട്, വാസ്തേ എന്റെ വിഷയം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാ സാധ്യതകളും പോയി, ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ യേശു ഇന്ന് പലർക്കാരും നിന്നോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഏത് വിഷയമാകട്ടെ, ലോകം മുഴുവനും പറയും സാധ്യതയില്ല, 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 സാധ്യതയില്ല. യേശു പറയുന്നു, "No, നീ വിശ്വസിക്കേ." എന്നാൽ ദൈവത്തിന്റെ വാക്ക് നിന്റെ മരണത്തിന്റെ നടുവിൽ ഒരു കൂട്ടം ജനം കാണത്ത കഴിയെ ആ മഹത്വത്തെ ഞാൻ കാണിച്ചു തരും. വിശ്വസിക്കും, വിശ്വസിക്കും, വിശ്വസിക്കും. എന്നാൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ ഭവനത്തിൽ കാണും. ആരെ മൊബൈലടിക്കുന്നത്? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ആ മകനെ വിളിച്ചു കൊണ്ടെത്തിയത് അവന്റെ വീട്ടിലോട്ട് കടന്നു ചെന്നു. വീട്ടിൽ അവിടെ എത്തുമ്പോൾ പണ്ട് കാലഘട്ടങ്ങളുടെ നടുവിൽ ഒരു മരണവാർത്ത അറിയുമ്പോൾ ആ ഭവനത്തിന്റെ നടുവിൽ ഒരു കൂട്ടം ജനം കടന്നു ചെന്ന് അലാമിട്ട് കരയുന്ന ഒരു പാരമ്പര്യം പണ്ടുണ്ടായിരുന്നു. അപ്പൊ ആ പണി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശു കണ്ടു. എന്നാൽ യേശു പറഞ്ഞു, എന്തിന് നിങ്ങൾ കരയണം? കുഞ്ഞ് മരിച്ചിട്ടില്ല. ഒരു മരണ വീട്ടിൽ പോയി നിങ്ങൾ ആരെങ്കിലും പറയണം, അല്ലെങ്കിൽ മറ്റുള്ളവരാരും പറയണം, യേശു നിങ്ങൾ പറയണത് കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറയും? ഇവന് ഭ്രാന്തം പറയും, അല്ലെങ്കിൽ ഇവനെന്തെങ്കിലും അസുഖം എന്ന് പറയും, ഇവനെ കുറിച്ച് പുറത്താക്കെന്ന് പറയും. അതുപോലെ തന്നെ ഈ 39-ാമത്തെ വാക്കിൽ അവസാനം പറയുന്നു, പറഞ്ഞു അവരെന്ത് ചെയ്തു? പരിഹസിച്ചു. നീ എന്ത് മണ്ടത്തരമാണ് വിളിച്ചു പറയുന്നതെന്ന് പരിഹസിച്ചു. എന്നാൽ പരിഹസിച്ചവരുടെ നടുവിൽ എന്റെ യേശുവിന്റെ മഹത്വം എന്താണ് യേശു തെളിയുന്നത്? ആ കരഞ്ഞവരുടെ നടുവിൽ, അല്ലെങ്കിൽ ദുഃഖ കണ്ണുനീർ ഒഴുക്കിയവരുടെ നടുവിൽ, അല്ലെങ്കിൽ വിലാപത്തിന്റെ ഒച്ച ആ ഭവനത്തിന്റെ ആ ദേശത്തിന്റെ നടുവിൽ ഒഴുക്കിയവരുടെ നടുവിൽ, അല്ലെങ്കിൽ ആ ശബ്ദത്തെ ഇന്ന പ്രമാണിയുടെ മകൻ മരിച്ചു പോയെന്ന് വിളിച്ച് അല്ലെങ്കിൽ അറിയിച്ചവരുടെ നടുവിൽ എന്റെ യേശുവിന്റെ മഹത്വം എന്താണെന്ന് നസ്രയത്തിന് തെളിയിക്കണമായിരുന്നു. എന്നാൽ യേശു അവിടെ കടന്നു ചെന്നു. എന്താ കർത്താവ് പറഞ്ഞത്? എല്ലാവരും അടുത്ത 40-ാമത്തെ അവൻ എല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനും അമ്മ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ മാത്രം ഇതിനകത്ത് നിൽക്കും, മറ്റുള്ളവരെല്ലാം പുറത്തിറങ്ങി പോകാൻ കർത്താവ്. എന്റെ മഹത്വം എനിക്ക് വിശ്വസിച്ച പിതാവിന്റെയും മാതാവിന്റെ മുമ്പിൽ വെച്ച് തെളിയിക്കേണ്ടത്. അവൻ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് ഇതുവരെ ഇല്ലാത്ത ഒരു വിശ്വാസത്താൽ യേശുവിനെ കാണാൻ സകലതും ആ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് യേശുവിന് വേണ്ടി കാത്തു നിൽക്കാൻ തയ്യാറായത്. അവൻ അറിയാം, യേശു എന്റെ വീട്ടിൽ വന്ന എന്റെ മകൾ വീണ്ടും ജീവനോടെ മടങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ആ യേശു വരുന്നത് വരെയും ആ മകൻ അവിടെ കാത്തു നിന്നത് എന്തിനാ? യേശുവിനെ ക്ഷണിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ. യേശു അതുപോലെ എന്ത് ചെയ്തു? വീട്ടിൽ ചെന്ന് എല്ലാവരും അടിച്ചു പുറത്താക്കി. യേശു പറഞ്ഞു, കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, തന്നോടുള്ളവരെ കുട്ടി കിടക്കുന്ന, കുട്ടി കിടക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി. കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, തന്നോടുള്ളവരെ കുട്ടി കിടക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി. കുട്ടി മരിച്ചിട്ടില്ല, 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 കു
എടുത്ത് കുട്ടിയുടെ ഒക്കെ കൈ പിടിച്ചു. ഹല്ലേലൂയ. കുട്ടി കഴിഞ്ഞ് ചെന്നിട്ട് കുട്ടിയുടെ കൈ പിടിക്കുവാൻ കർത്താവിന്റെ ഉണ്ടായി. എന്നാൽ യേശു ആ കുട്ടിയോട് പറഞ്ഞു, ബാല എഴുന്നേൽക്കാം എന്ന് നിന്നോട് കൽപ്പിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കണമേ, കുറച്ചു മണിക്കൂറുകൾക്ക് മുന്നേ ഇന്ന വ്യക്തിയുടെ മകൻ മരിച്ചു, അല്ലെ ഇന്ന വ്യക്തിയുടെ മകൻ മരിച്ചു എന്ന് പറഞ്ഞ് വിലാപത്തോടെ ഇരുന്ന ഭവനത്തിന്റെ നടുവിൽ ആ വിലാപ ചടങ്ങിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഭവനത്തിന്റെ നടുവിൽ പോയ യേശു പറഞ്ഞത്, ബാലികേ എഴുന്നേൽക്കാം. ലേവിയ ആ വാക്ക് പറഞ്ഞത് ബാലിക എഴുന്നേൽക്കും. യേശുവിന്റെ വാക്ക് കേട്ടത് ആ ബാലിക എഴുന്നേൽക്കാൻ ഇടയുണ്ടായി. എന്നാൽ ഹല്ലേലൂയ, ഉടനെ തന്നെ ബാലിക ഉടനെ എഴുന്നേറ്റ് നടന്നു. അവക്ക് 12 വയസ്സായിരുന്നു. അവൻ അത്യന്തം വിസ്മയിച്ചു. എന്ന് പറഞ്ഞാൽ മരിച്ചു പോയെന്ന് പറഞ്ഞ ആ കുഞ്ഞ് എഴുന്നേറ്റ് മാത്രമല്ല, അവരുടെ മുമ്പിൽ കൂടെ നടന്നു തുടങ്ങി. അവരുടെ മുമ്പിൽ കൂടെ ഹല്ലേലൂയ തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങി. അവർ വിസ്മയിച്ചു പോയി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, നിങ്ങൾ ഇതുപോലെ തുള്ളിച്ചാടി വിസ്മയിച്ചു